താങ്കൾ ഇസ്ലാമിനെ ഇങ്ങനെ വിമർശിക്കാൻ കാരണം എന്താ? ഇസ്ലാമിനെ വിമർശിക്കാൻ കാരണം എന്താണെന്നോ? ഉം. ഇസ്ലാം വളരെ പ്രശ്നം പിടിച്ചൊരു സാധനമായതുകൊണ്ട്. എന്ത് തെളിവാ താങ്കളെത്തുള്ള? തെളിവോ? ഉം. എന്തിനൊക്കെയുള്ള തെളിവാ വേണ്ടത്? താങ്കൾക്ക് എന്നാ ഇത്ര വിമർശിക്കാനുള്ള മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണം ഒരു 2 പോയിന്റ് പറഞ്ഞു. ഓക്കെ, ഇസ്ലാം ജനാധിപത്യ വിരുദ്ധമാണ്, ഇസ്ലാം മാനവിക വിരുദ്ധമാണ്, ഇസ്ലാം ആന്റൈ സെക്കുലർ ആണ്, ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണ്, ഇസ്ലാം അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. മതിയോ? ഇനി ആര് പറഞ്ഞു? ആര് പറഞ്ഞു? കിതാബുകൾ പറഞ്ഞു. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടൊന്നും കണ്ടില്ലേ പറഞ്ഞത്? ആരെ ഒന്നും കൂടി പറയുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ബുദ്ധിമുട്ടുണ്ട്. നാവില്ലേ? ബുദ്ധിമുട്ടുണ്ട് ആവർത്തിക്കാൻ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. പേടിയാണോ? ഓ, പേടിയാണോ? ആരെ പേടിക്കാൻ? മൊത്തത്തിലോ? ആരെ മൊത്തത്തിൽ പേടിക്കാൻ? നിങ്ങളെ പേടിയായത് കൊണ്ടാണോ? ഇതേപോലെ വള്ളി പൊട്ടിയ കോയമാരെ ഞാൻ ഇതിനെ പേടിക്കണം. പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് പറടാ. പബ്ലിക്ക് പറഞ്ഞ എന്ത് ചെയ്യും? ഈ ചാക്കുട്ടിയോട് തട്ടിപ്പ് പരിപാടിയൊന്നും വേണ്ട. ചാക്കുട്ടി അറിഞ്ഞാൽ തൊട്ടിയാണ് തൊട്ടി. നമുക്കൊരെണ്ണം അകത്താക്കിയിട്ട് വഴി ആലോചിക്കാം. ഒന്ന് അകത്താക്കിയിട്ട് പബ്ലിക്കിൽ പറഞ്ഞ എന്താ ചെയ്യാ? പറയേ. പബ്ലിക്കിൽ അവിടെ ഉണ്ടായിരുന്നല്ലോ. 2 പന്തൽ വെച്ചിട്ട് കെട്ടിയിട്ട് പറടാ. പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച. ഇനി അടുത്ത ആഴ്ച വേറെ ഉണ്ട്. അപ്പൊ എന്താ പൊട്ടിത്തെറിക്കാൻ മുട്ടുണ്ടോ? ഇത് തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണം. ഇപ്പൊ നിങ്ങൾ കാണിച്ചല്ലേ? ഇത് തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണം. ഇസ്ലാം ഇതേപോലെ ഈ പേപ്പട്ടി മതമാണ്. പേപ്പട്ടി പിടിച്ച കുറെ ആളുകളെ ഉണ്ടാക്കും. അവര് വന്നിട്ട് ഇതേപോലെ സമൂഹത്തിൽ പൊട്ടിത്തെറിക്കും. നിങ്ങൾ ഇസ്ലാമിന്റെ ആളല്ലേ? ഇപ്പൊ നിങ്ങൾ ഈ കാണിക്കുന്ന പ്രശ്നമുണ്ടല്ലോ, ഇത് തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണം. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും പാർക്കിൽ ഇരുന്ന് പൊട്ടിത്തെറിച്ച് അവിടെ ആളുകൾ കൊല്ലപ്പെടുമ്പോ അതിനെ തടയൽ നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത്. നിങ്ങളെ പോലെയുള്ള ആളുകളാണ് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണം. ഇതേപോലെ തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാവുന്നത്. ഞാൻ പണ്ട് പേപ്പട്ടിയായിരുന്നു, ഒരു സംശയമില്ല. അതെ, ഇപ്പൊ നീ പേപ്പട്ടിയാണ്, ഞാൻ പേപ്പട്ടിയല്ല. ഞാൻ എക്സ് പേപ്പട്ടിയാണ്. അതെ, എക്സ് പേപ്പട്ടിയാണ്. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. എന്ത് കിട്ടുന്നു നിനക്ക് ഇതിലെന്ത് കിട്ടും? പൈസയും കിട്ടും, കുറച്ച് സമാധാനം കിട്ടും. എത്ര കിട്ടുന്ന വെച്ചാ കൊറേ ഉണ്ട്. അത് കൊറേ കിട്ടുന്നേ. എന്താ വേണോ? കൂട്ടാൻ വഴിയുണ്ടാ? ഇന്നും കൂട്ടാൻ വഴിയുണ്ടാ? എന്ത് കൂട്ടാൻ? സാമ്പത്തികം കൂട്ടാൻ വഴിയുണ്ടോ? ആരുടെ? നിങ്ങളുടെയോ? നിന്റെ? എന്റെയോ? എനിക്കിപ്പോ ആവശ്യത്തിനുണ്ട്. കർത്താവ് തരുന്നു, ഞാനത് കൈനീട്ടി വാങ്ങിക്കുന്നു. ഇനി വേണേ ഞാൻ പറയാം. എന്താ സക്കാത്ത് വല്ലതും കൊടുക്കാണ്ടോ? നിങ്ങള് കാഫിന് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. ആര് പറഞ്ഞു? കാഫിന് കൊടുക്കാൻ പറ്റുമോ സക്കാത്ത്? കൊടുക്കാം. എവിടെയുള്ളത്? ഒന്ന് കാണിച്ചെന്ന്. സക്കാത്തിന്റെ 8 അവകാശികളിൽ എവിടെയാ കാഫിർ ഉള്ളത്? ഒന്ന് പറഞ്ഞാട്ടെ. ഹലോ, എവിടെയുള്ളതെന്ന് പറ. കാഫിറിന് സ്വതക്കയല്ലല്ലോ ഞാൻ ചോദിച്ചത്, സക്കാത്ത്. സക്കാത്ത് തന്നെ കൊടുക്കണമല്ലോ, സ്വതക്കയും ചെയ്തൂടെ? സ്വതക്ക എങ്ങനെയാണ് കാഫിറിന് ചെയ്യാ? എങ്ങനെ? ഒരു മുസ്ലിമും ഒരു മുസ്ലിം അല്ലാത്ത ആളും ഒരുമിച്ച് വന്ന് നിങ്ങളെ മുന്നേ വന്നിട്ട് 100 രൂപ ചോദിച്ചാൽ നിങ്ങൾ ആർക്കാണ് സദക്ക കൊടുക്കുക? ആദ്യം നമ്മൾ ആരാ അവകാശപ്പെട്ട അവർക്ക് കൊടുക്കും. അതാരാണ് അവകാശപ്പെട്ട ആള്? നമ്മൾ അന്നേരം നോക്കിയിട്ട് പറയ്. ഒരു മുസ്ലിമും ഉണ്ട്, ഒരു അമുസ്ലിമും ഉണ്ട്. നിങ്ങൾ ആർക്ക് സക്കാത്ത് കൊടുക്കണം ആദ്യം? അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞേ. 2 പേർക്കും തുല്യമായിട്ട് ഉണ്ടാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന ആദ്യം മുസ്ലിമിന്റെ പ്രശ്നം തീർക്കാനാ, എന്നിട്ടാണ് കാഫിറുള്ളൂ സദക്ക കൊടുക്കുമ്പോ. പോയി പഠിക്ക്. നിങ്ങൾ ഈ ഗുണ്ടായിസം പഠിക്കുന്ന സമയത്ത് പോയിട്ട് വല്ലാതെ ഇസ്ലാമിലെ 4 അക്ഷരം പഠിക്കും. അവിടെ 4 പുഴയുണ്ട്. ഒന്ന് വെള്ളത്തിൻ്റെതുണ്ട്, ഒന്ന് പാലിങ്ങനെ ഒലിക്കും, ഒന്ന് തേനിന്റെ പുഴ. എന്ത് രസമായിരിക്കും അല്ലേ? ആരാടാ ഗുണ്ടായിസം നടത്തുന്നത്? നിങ്ങളിപ്പോ എന്താ പറഞ്ഞത്? നടു റോഡിൽ ഇറങ്ങി എന്തോ ഉണ്ടാക്കുന്നല്ലേ പറഞ്ഞത്? ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. നിങ്ങളുടെ കണ്ണിന്റെ മൂക്കിന്റെ തുമ്പ തന്നെ നമ്മളുണ്ടല്ലോ. ഇറങ്ങിയുണ്ടല്ലോ. എണ്ണയും അങ്ങോട്ട് പൊക്കിക്കൊണ്ടോ. പിന്നെ അവിടെ ഇരുന്നിട്ട് മുള്ളുന്ന സമയത്ത് ഉമ്മാന്ന് വിളിച്ച് നിലവിളിക്കുന്നത് നമുക്ക് കാണേണ്ടി വരും. വെറുതെ നിൽക്കണ്ട. ഓക്കെ, ഏതായാലും നമ്പർ ഞാൻ ഇപ്പൊ തന്നെ കൈമാറുന്നുണ്ട്. ഡോൺ വറി. ഓക്കെ, എണ്ണയൊക്കെ വീട്ടിൽ വന്ന് പൊക്കുമ്പോ അങ്ങോട്ട് വിളിച്ചാ മതി. ഓക്കെ. ആര് പറഞ്ഞു? ഞാനപ്പോ പറയുന്നത്. താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്.
ഞാനിത് ഇവിടത്തെ ഇന്ത്യൻ പൗരൻ. എന്തേ? വെരി ഗുഡ്. ആ അപ്പൊ വീട്ടിൽ എണ്ണയക്കാര് വീട്ടിൽ വന്ന് മുട്ടുമ്പോ ഉമ്മാന്ന് വിളിച്ച് നിലവിളിക്കണ്ടേ നീ? ഓക്കെ. തീവ്രവാദമൊക്കെ അടക്കി വെച്ചിട്ട് ഇരിക്കുക. മതമൊക്കെ പോക്കറ്റിൽ വെച്ചിരിക്കുക. ഓക്കെ. ആര് പറഞ്ഞു നിന്നെ പഠിക്കാൻ? ആര്? ഞാനാ പറയുന്നത്. നീ ധൈര്യം സംസാരിക്കടാ. ധൈര്യം ഉണ്ടായിട്ടുണ്ടല്ലോ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കും. സംസാരിക്കാൻ പറയണതിന് പേടിപ്പിക്കുന്നേ. അത് ശരി. എന്റെ കൈയും കാലും വെട്ടെന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ചത് ആരാ? ഞാനാണോ? ആര് പറഞ്ഞു വെട്ടുന്നേ? പിന്നെ നേരിട്ട് വരാൻ പറഞ്ഞ എന്തിനാ? ഉമ്മ വെക്കാനാണ്? പബ്ലിക്കിൽ രണ്ടാളെ മുന്നേ സംസാരിക്കടാ. അതാണ് പബ്ലിക്കിൽ തന്നെയല്ലേ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച സംസാരിച്ച് വന്നേ ഉള്ളൂ. ഇനി അടുത്ത 12-ാം തീയതി വരുന്നുണ്ട്. നേരെ അങ്ങോട്ട് പോരെ. 12-ാം തീയതി വേറെ ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോരെ. ഓക്കെ. അതവിടെ തൃശ്ശൂരുണ്ട്. തൃശ്ശൂർ. നിനക്ക് കണ്ണൂര് കയറാൻ ധൈര്യം ഉണ്ടോ? കണ്ണൂര് വരുന്നുണ്ട്. ഒരു മാർച്ച് മാസത്തിലുണ്ടാവും. ഓക്കെ. ചാൻസ് കുറവാ. ചാൻസ് കുറവൊന്നുമല്ല. അവിടെ എത്ര തവണ വന്നു പോയിരിക്കുന്നത്. അതിന്റെ മുന്നേ നീ പോകും. കോയ ഏത് ലോകത്താ ജീവിക്കണേ? ഇത് നമ്മൾ ഈ പണി തുടങ്ങിയിട്ട് കുറെ ആയി കോയ. കോയയുടെ ഈ പുതിയ ബാച്ചാണ്. അതിന്റെ ഒരു ആവേശമാണ്. അത് നമ്മൾ കോയാണോ? ഞാൻ എക്സ് കോയയാണ്. അതുകൊണ്ട് ഞാൻ വിളിക്കും കോയനെ. കോയ തന്നെ വിളിക്കും. കോയക്ക് വിഷമമുണ്ടോ കോയ എന്ന് വിളിക്കുന്നതിൽ? ഉണ്ടെങ്കിൽ കോയ ഒന്ന് ക്ഷമിക്കാലോ. ഓക്കെ. ഞങ്ങൾക്കും അതെന്തിനാ അതിന്റെ ആവശ്യമുള്ള? കോയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ വിളിക്കുന്ന ഒരു പേരാണ്. നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പണ്ടൊരു കോയയായിരുന്നു. ഇപ്പൊ ഞാൻ എക്സ് കോയയാണ്. അല്ല, ഞങ്ങൾ പുതിയൊരു പേരിടുന്നുണ്ട്. കോമന പേരായിട്ട് നായി. ആയിക്കോട്ടെ, നിങ്ങൾ വിളിച്ചോ. അതിനെന്താ കുഴപ്പം? നായി നല്ല പേരല്ലേ? പിന്നെ നിങ്ങളുടെ മൂത്ത നായി ഉണ്ടല്ലോ അവിടെ, മുഹമ്മദ് നായി. സല്ലല്ലാഹു അലൈഹി വസല്ലം നായി. നീയോ? ശരി. അപ്പൊ ചെല്ല. ഇനി എന്താ പുതിയ വല്ലതും ഉണ്ടോ? കഴിഞ്ഞ നിനക്ക് സമയമുണ്ടോ സംസാരിക്കാൻ? ജിഹാദി കോയയുടെ കയ്യിലുള്ള ഉണ്ട കഴിഞ്ഞ? ഇല്ലല്ലോ. എന്നാ ബാക്കി വേഗം പറയും. നിന്റെ കയ്യിലെന്ത് ഉണ്ടല്ലേ? നിങ്ങള് അതൊക്കെ കണ്ടുപിടിച്ചിട്ട് വിളിക്കും. ഇതൊക്കെ കുറെ നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നു. ഉണ്ടകൾ മുഴുവൻ അവിടെ നിരത്തി വെച്ചിട്ടുണ്ടല്ലോ. നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്കടാ. എന്തിനാണ്? അല്ല, കാണട്ടെ ഒന്ന്. അത് ആവശ്യമുള്ളപ്പോ നമ്മൾ എടുത്തോളും. നിങ്ങൾ പറയുമ്പോ എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാക്കി കഴിഞ്ഞാ? വിളിച്ച ആവേശം ഒന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. എന്ത് പറ്റി? ക്ഷീണമായല്ലോ. അശോകന് ക്ഷീണമാകാം, അവശതയോടെ കളിച്ചാ മതി. ക്ഷീണമായിക്കില്ലല്ലോ. ക്ഷീണം കാണുന്നുണ്ട്. ക്ഷീണം എന്താ? എന്നാ പോയി കുറച്ച് ഒരു ദിക്റിയല്ലേ ഇരിക്കുക. ലോറസ്കരിച്ചാ? ലോറസ്കരിക്കുവോ അസറസ്കരിക്കുവോ അത് എന്റെ പേഴ്സണലാ. അത് പേഴ്സണൽ മാറ്റർ അല്ല. നിസ്കരിക്കാത്തവനെ നിസ്കരിപ്പിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പഠിപ്പിച്ചോട്ടെ. അപ്പൊ നിങ്ങൾ ലോറസ്കരിച്ചോ? നിസ്കരിച്ചോ? നീ ചോദിക്കുന്നു. ഞാൻ ചോദിച്ചിരിക്കും. ഒരു സംശയമില്ല, ഞാൻ ചോദിച്ചിരിക്കും. നിങ്ങൾ നിസ്കരിച്ചോ ഇല്ലേ? ലോഹർ നിങ്ങൾ നിസ്കരിച്ചോ ഇല്ലേ? നീ ആരുടെ വാപ്പയാ? ലോഹർ നിങ്ങൾ നിസ്കരിച്ചോ ഇല്ലേ? നീ ആരുടെ തന്തയാ? എന്റെ സഹ മുസ്ലിമിന്റെ ഒരു ഭക്ത നിസ്കാരം വൈകുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല. അതറിയോ? അവല് ഭക്തിൽ നിസ്കരിച്ചിരിക്കണം. നിങ്ങൾ നിസ്കരിച്ചോ? എന്നിട്ടാണോ ഈ ജിഹാദി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ നിസ്കരിക്കുന്നു. നിസ്കരിച്ചോ ഇല്ലേ? ഇപ്പോ നിസ്കരിച്ചു. സുന്നത്ത് നിസ്കരിച്ചോ? സുന്നത്ത് എത്ര എണ്ണം നിസ്കരിച്ചു? 4. എത്ര എണ്ണം നിസ്കാരത്തിന് ശേഷമാണോ മുന്നേ ആണോ? നിസ്കാരത്തിന്റെ ശേഷം. മുന്നേ ഉള്ളത് പിന്നെ ആരാ നിസ്കരിക്കുക? അത് നിസ്കരിച്ചു. മുന്നേ എത്ര എണ്ണം നിസ്കരിച്ചു? മുന്നേ 2. മുന്നേ 2 നിസ്കരിച്ചോളൂ. എന്തേ 4 നിസ്കരിക്കാൻ? സമയം കിട്ടില്ല. എന്തേ സമയം കിട്ടാതെ പോയി? ചെറിയൊരു ബിസിയാണ്. അതൊന്നും പഠിച്ചോന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സുന്നത്തൊക്കെ നിങ്ങൾ കഷ്ടപ്പെട്ട് നിസ്കരിക്കണ്ടല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് മുസ്ലിമാണ്? ഞാൻ മാത്രമല്ല, അവരെല്ലാവരും. നമ്മളൊക്കെ സമയം കണ്ടെത്തിയിട്ട് അവിടെ പോയി 4 റക്അത്ത് മുന്നേ 4 റക്അത്ത് ശേഷവും പിന്നെ ഫർള് നിസ്കരിച്ചിരുന്ന എന്റെ അടുത്ത് വന്നിട്ടാണോ നിങ്ങൾ ഈ മതം പഠിപ്പിക്കണേ? ഉളുപ്പുണ്ടോ കോയ? ഞാൻ നിന്നെ മതം ഉളുപ്പുണ്ടോ കോയ? പിന്നെ എന്ത് പഠിപ്പിക്കാനാ വന്നത്? ഭീഷണിപ്പെടുത്താനാ? ഭീഷണിയൊന്നും ഇവിടെ ചെലവാവില്ല. ഭീഷണിയൊന്നും ഇവിടെ ചെലവാവില്ല. നിനക്ക് ഭീഷണിപ്പെടുത്താൻ പറ്റുമോ? ഞാനെന്തിനാ ഭീഷണിപ്പെടുത്തണം? നമ്മളുള്ള കാര്യം പറയും. നിങ്ങൾ കുരു പൊട്ടുന്നു. അതിന് എന്റെ വിഷയമല്ലല്ലോ. ഭീഷണിപ്പെടുത്താ ഒരു സെക്കൻഡ് പോലും നീ ഉണ്ടാവൂല. ഞാനെന്തിനാ ഭീഷണിപ്പെടുത്തുന്നത്? എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങളല്ലേ ഭീഷണിപ്പെടുത്തും. ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വാന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തിനാ? ധൈര്യം നേരിട്ട് വാ. നേരിട്ട് വന്നല്ലോ. അപ്പൊ നിങ്ങൾ എവിടെയായിരുന്നു? ഞാനൊരു പ്രോഗ്രാം വെക്കുക, നീ വരുവാ? പിന്നെന്താ, വിളിക്ക്. ഓക്കെ, നാളെ തന്നെ ആയിക്കോട്ടെ. നാളെ പറ്റില്ല. നമുക്ക് ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് ആലോചിച്ചിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ നിങ്ങൾ നാളെ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വിളിക്കാനെന്താ? പള്ളിയിലെ കാളിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ കുപ്പിയാണ് മാറ്റി വെച്ചാൽ മതി. ഇപ്പൊ അത് പോരല്ലോ. വേറെ പണിയുണ്ടല്ലോ, ജോലിയൊക്കെ ഉള്ളതല്ലേ. അപ്പൊ അതൊക്കെ അവിടെ നടക്കും. അപ്പൊ നിങ്ങൾ ആലോചിക്കും. നിങ്ങൾക്ക് അതെ, സ്ക്രാപ്പാണ്, ഇസ്ലാമിന്റെ സ്ക്രാപ്പ്.
നറുചന്ദനത്തിനാൽ വരക്കു